ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു മണ്ടലയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് ക്വൈറ്റ് സിമിലർ ടു ദ വൺ വി ഡിഡ് പ്രീവിയസ്ലി. പക്ഷെ ഞാൻ കുറച്ച് ചേഞ്ചസ് അവിടെ ഇവിടെയും വരുത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രിൻസ് പറഞ്ഞു തരാനാണ്. നമുക്ക് ഇങ്ങനത്തെയൊക്കെ പ്രിൻസ് യൂസ് ചെയ്യാം എന്നൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഐം ജസ്റ്റ് ഡ്രോയിങ് എ ലിറ്റിൽ, ഒരു ചെറിയൊരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് സെൻറ്റർ എടുത്തു. ഐ എം ഡ്രോയിങ് a little. So ഒരു മിനിറ്റ് please. Yeah, so I have this and ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. സെയിം ലെങ്ത്തിൽ I'm just marking. ഇത്രയും മാർക്ക് ചെയ്തു. 5 points. I almost have 5 points. In the other direction I'm gonna draw circles. So I have my one circle. In second position I'm gonna draw the second circle, and I'm drawing my third, fourth, fifth. നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു ഡയഗ്രാം ഒരു ഇതുണ്ട് കേട്ടോ. സോ വി ഡോണ്ട് നീഡ് ടു. ഈ ഒരു പോയിന്റിൽ ഒരു സർക്കിൾ മിസ് ചെയ്തു. വി മിസ്ഡ് എ സർക്കിൾ. ഇവിടെ ഒരു സർക്കിളും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, നമുക്ക് മെയിനായിട്ടുള്ള നടുവിലത്തെ ആ ഫ്ലവർ കിട്ടി, നമ്മുടെ ചുറ്റുമുള്ള ലെയേഴ്സ് കിട്ടി. ഇനി ഞാനിന്ന് യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് യെല്ലോ ആണ്. സോ ലെറ്റ്സ് സി. I have this point. ഈ പോയിന്റിൽ നിന്ന് ഞാൻ നമ്മുടെ ഈ ഒരു ഫ്ലോറൽ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇത്രയും വരച്ചു. ആൻഡ് വി ഹാവ് 2 more petals to do. ഇത്രയുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെല്ലാത്തിനെയും നടുവേ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡിവൈഡ് ബൈ നമ്മുടെ ഇടയിൽ ഒരു ലൈൻ വരച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് വിടുക. വി ഗെറ്റ് ഡിഫറെൻറ്റ് സൈഡ്സ് അല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു പർട്ടിക്കുലർ സൈഡിൽ വി ആർ ഫില്ലിങ് ഇറ്റ് ദിസ് യെല്ലോ. നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ യെല്ലോ ഞാൻ ഒരു സൈഡിൽ മാത്രം കേട്ടോ. ഐ തിങ്ക് ഐ ഹവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. പക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇപ്പുറത്ത് കളർ ചെയ്യുന്നതിന് പകരം ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ദാറ്റ് ഈസ് നോട്ട് ഹൗ ഇറ്റ് ഹാസ് ടു ഗോ. അപ്പം ഞാൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. 1 സൈഡ് ഔട്ട് ഓഫ് ദ 2 1 സൈഡ് പെയിൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ പെന്നാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പെന്നില്ലെങ്കിൽ യു ക്യാൻ യൂസ് സ്കെച്ച്. ഞാനൊരു ഗോൾഡൻ, എൻ്റെ കയ്യിൽ യെല്ലോ ഇല്ല, ഗോൾഡൻ ആണ്. അപ്പോൾ ബാക്കിയില്ല അവിടെ. നിങ്ങൾ യെല്ലോന് പകരം വേറെ കളർ എടുക്കണമെങ്കിൽ എടുത്തോളൂ കേട്ടോ, നോ പ്രോബ്ലം. ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുക. ലൈൻസ് സ്ലീവ്സിനൊക്കെ പെറ്റൽസിൽ കൊടുക്കില്ലേ നമ്മൾ, അതുപോലെ ഇങ്ങനെ മുകളിലോട്ടുള്ള ലൈനാണ് വരേണ്ടത്. പിന്നെ മുകളിലേക്ക് ലൈൻസ് ഇട്ട് കൊടുക്കണം. കണ്ടോ? അപ്പോൾ ഐ എം ജസ്റ്റ് പുട്ടിങ് ഇറ്റ് ഔട്ട് ദേർ. കണ്ടോ, ഇത്രയും ലൈൻസ് യെല്ലോ തീമിൽ വന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു സെൻറ്റർ ലൈനാണ്. അപ്പോൾ ആ ലൈനിൻ്റെ ഉള്ളിൽ വാട്ട് ഐ എം ഗോണ ഡു ഇസ്, ഞാൻ ഇവിടെ മാത്രമാണ് ബ്ലാക്ക് യൂസ് ചെയ്യാൻ പോകണം. ഈ ഒരു ഔട്ടർ റിംഗ് ലെയർ കണ്ടോ, ഇത്രയും വെച്ചിട്ട് അത് ഞാൻ ഹൈലൈറ്റ് ചെയ്തു. ഇത് ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗൈസ്, എൻ്റെ ക്യാമറ പ്ലേസ്മെൻറ്റിന് ഒരു ഇഷ്യൂ വന്നതാണ്. ഇനി ആസ് ഐ വാസ് ടെല്ലിങ്, നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്, ഞാൻ ഏത് പെന്നാണോ ഇവിടെ ഏത് പെൻ കൊണ്ടാണോ കൊടുത്തത്, ഇപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ബ്രാഞ്ചസ് വരയ്ക്കാൻ യൂസ് ചെയ്തെങ്കിൽ യൂസ് ബ്ലാക്ക് പെൻ ഇറ്റ്സെൽഫ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യെല്ലോ കളർ പെന്ന് യൂസ് ചെയ്യും, ഗോൾഡൻ കളർ. അങ്ങനെ ഞാൻ 5 പെറ്റൽസ് വരയ്ക്കുകയാണ്. സെയിം യെല്ലോ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എത്ര കിട്ടുന്നു അത്രയും നമ്പർ ഓഫ് പെറ്റൽസ് ആദ്യം സെൻറ്ററിൽ വരയ്ക്കുന്നു. പിന്നെ നമുക്ക് എത്ര സ്പേസ് ബാക്കി കിട്ടുന്നുണ്ടോ ആ സ്പേസിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ വരച്ചു കൊടുക്കുക. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഫ്രണ്ടിൽ
ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ കൊടുത്തതെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി, അതെടുത്ത് നോക്കണം. നിങ്ങൾ അവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലൊരു മിസ്റ്റേക്ക് പറഞ്ഞുതരാം. ഇവിടെ ചെരിച്ചപ്പോൾ കുറച്ച് താഴോട്ടാണ് ചെരിഞ്ഞത്, അതുകൊണ്ട് കണ്ട ഒരു ഗിൽറ്റി പാർട്ടാണ് അതിൽ വരിക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബാക്കിയുള്ള ഏരിയയിൽ ഇപ്പുറത്തെ സൈഡിലുള്ള അവിടെയെല്ലാം ഞാൻ ഇതിങ്ങനെ യെല്ലോ കൊടുക്കുകയാണ്. അവിടെ യെല്ലോ അധികം നമ്മൾ കൊടുക്കുമ്പോൾ കാണില്ല, പക്ഷെ അവിടെ ഒരു ഫുള്ളർ ആയിട്ടുള്ള രീതിയിൽ തോന്നും. അതായത് ഇത് കണ്ടിന്യൂസ്ലി കണ്ടോ ഒരു ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ. ഇവിടെയൊന്നും അധികം സ്പേസ് ഇല്ല നമുക്ക്. നിങ്ങൾ നല്ല സ്പേസ് എടുത്ത് വരച്ചോട്ടോ. ഞാൻ മണ്ഡലയ്ക്ക് എടുത്ത ബുക്ക് തവണ ചെറുതായിപ്പോയി. ചെറിയ ബുക്ക് എടുക്കുമ്പോൾ നമുക്കധികം വരയ്ക്കാൻ പറ്റില്ല. മണ്ഡലയൊക്കെ ശരിക്കും നല്ല വലിയ ബുക്കിൽ വരച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. കണ്ടോ ഇത്രയായി. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു പെറ്റലാണുള്ളത്. അപ്പോൾ ആ പെറ്റൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം ഇതിൽ 1 2 ഇങ്ങനെ 2 ഇത്രയായി. ഇനി നമ്മളിതിൻ്റെ ഉള്ളിൽ വർക്ക്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കാരണം മറ്റേ കളർ യൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല. സോ ഞാൻ ഇതിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു സ്പൈറൽ പോലെ ഉണ്ട് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും, പകുതി വരുമ്പോൾ. ഓരോ ഇതിൻ്റെ ഉള്ളിലും നമ്മൾ ഓരോ സ്പൈറൽ കൊടുക്കുക എന്നുള്ള രീതിയിൽ നടുവിലത്തെ ഇതിലാണ് കേട്ടോ കൊടുക്കണ്ടേ. ഇപ്പം നിങ്ങൾക്ക് 3 അല്ല ഒരു 4 ഉള്ള സ്പേസ് ഉണ്ടെങ്കിൽ 4 അതിലും കൂടുതൽ നമ്പർ ഓഫ് സ്പൈറൽസ് കൊടുത്തോളൂ, നോ ഇഷ്യൂസ്. ഇപ്പം എൻ്റെ സൈസ് പ്രകാരം, എൻ്റെ ഈ വരച്ചിരിക്കുന്നതിൻ്റെ സൈസ് പ്രകാരം ഈ ഒരു ഇത്ര ഒരു 3 സെഗ്മെൻറ്റ്സേ കിട്ടുള്ളൂ. ഇല്ല നിങ്ങൾക്ക് 4 ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ യു ഗോ ഹെഡ് ആൻഡ് ഡ്രോ ആസ് മെനി സ്പൈറൽസ് ആസ് പോസിബിൾ. നിങ്ങൾക്ക് അവിടെ സ്പേസിങ്ങിൽ എത്ര കറക്റ്റായി കിട്ടുന്നുണ്ടോ അത് വെച്ചിട്ട് വരച്ചോളൂ. കണ്ടെങ്കിൽ മുകളിലേക്ക് എത്തുമ്പോൾ ചെറുതായി വരുന്നുണ്ട്, സ്പൈറൽസിൻ്റെ കൗണ്ട് കുറയുന്നുണ്ട്. കണ്ടു. അപ്പം ഇത് കൊടുത്ത സ്ഥിതിക്ക് ഇനി നെക്സ്റ്റ് 2 അതിൻ്റെ മുകളിലും ഭാഗം അവിടെ നമ്മൾ കംപ്ലീറ്റ് യെല്ലോ ആണ് ഫില്ല് ചെയ്യാൻ പോണത്. ഇത് ഇങ്ങനെ സോറി ഗൈസ്, ബാക്ക്. എൻ്റെ നിപ്പ് പൊട്ടിപ്പോയായിരുന്നു നേരത്തെ.
കണ്ടോ, ഇത്രയും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാനുള്ളത് ഇതിൻ്റെ ഈ ഒരു ലെയറാണ്. അപ്പോൾ ആ ലെയർ ഞാൻ ദേ വരച്ച് കൊടുക്കുകയാണ്. വേണ്ടോ, ഇങ്ങനെ 5 ഇതളായി. ഇവിടെ കുറച്ച് ഇത്തിരി വളഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്, എക്സ്ക്യൂസ് മീ, എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നത്. ഓക്കെ, ഇപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത്രയുമായി. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ലോട്ടസ് പെറ്റൽ വരയ്ക്കുക എന്നുള്ളതാണ്. ലോട്ടസ് പെറ്റൽ എനിക്ക് തോന്നുന്നു നമ്മൾ മുന്നേ ഒരു മണ്ഡലം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ വരും സെൻറ്ററിൽ. എന്നിട്ട് ആ സെൻറ്ററിലോട്ട് ഇവിടെ നിന്ന് എത്ര പോസിബിളാവോ ഇങ്ങനെ അറ്റം വരെ കൊണ്ടുവരണം. ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഇങ്ങനെ കേർവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഈ പോയിന്റിൽ വെച്ചിട്ട് അത് അവസാനിപ്പിക്കണം. നമ്മൾ പുറത്ത് ലോട്ടസ് പെറ്റൽ വരയ്ക്കുകയാണ്. ഇതെല്ലാം നമ്മൾ മുമ്പ് വരച്ചിട്ടുണ്ട്. എനിക്കൊന്ന് സിമിലർ മോഡൽ തന്നെ വരച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇപ്പോൾ വരച്ച് തുടങ്ങിയപ്പോഴാണ് ഇത് ഓൾറെഡി വരച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു മൈൻഡിൽ തോട്ട് വരുന്നത്. ബട്ട് ഇൻ കേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എ പ്രാക്ടീസ്. നമുക്ക് ഇനിയും വേരിയൻ്റ് ആയിട്ടുള്ള മണ്ഡലകൾ ചെയ്യാം. ആൻഡ് വിത്തിൻ ഒരു നെക്സ്റ്റ് 2-3 എപ്പിസോഡിൽ നിങ്ങളുടെ പ്രോജക്റ്റ് വിൽ ബി കമ്മിങ് ഫോർ മണ്ഡല. അത് വലിയ നമ്മൾ 7 ചക്രാസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതിന് മുന്നേ നമ്മൾ ഫെങ്ഷൂല് വരുന്ന യിങ് ആൻഡ് യാങ് മണ്ഡലമൊക്കെ ചെയ്യും. അതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇനി വരുന്നതായിരിക്കും കേട്ടോ. എസ്പെഷ്യലി നമ്മൾ പ്രോജക്റ്റിന് 7 ചക്രാസാണ് ചെയ്യുന്നത്. ആസ് എ അസൈൻമെൻറ്റ് ഒരു വലിയ മണ്ഡല ചെയ്യുന്നതിന് 7 ചക്രാസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ യോഗയിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു 7 കുണ്ടലീനി എന്നൊക്കെ പറഞ്ഞിട്ട് യോഗയിൽ വരുന്ന സാധനങ്ങളാണ്. നമ്മൾ ഇൻ എ സിമ്പിൾ ലാംഗ്വേജ് യു കോൾ ഇറ്റ് 7 ചക്രാസ് ഓഫ് ലൈഫ്. ഇത്രയായില്ലേ. ഇനി ഫോർ എ ചേഞ്ച് ചെയ്ത് യു ക്യാൻ ഫിൽ ഇറ്റ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ്. ഞാനിപ്പോൾ ഔട്ട്സൈഡാണ് കൊടുക്കുന്നത്. കുറച്ചൊന്ന് ഇൻസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്കായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണ്. completed this and ഇവിടെ ഇങ്ങനെ ഇത്രയും.
നമുക്ക് ഇത്രയായിട്ടുണ്ട്. ഇനി ഐ എം ജസ്റ്റ് സ്റ്റോപ്പിംഗ് ദിസ് വൺ റൈറ്റ് ഹിയർ. കാരണം ഇത് ഓൾറെഡി വരച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുള്ളതുകൊണ്ട് ദിസ് വൺ ഐ എം സ്റ്റോപ്പിംഗ് ഇറ്റ് റൈറ്റ് ഹിയർ. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഓൾ റൈറ്റ്, താങ്ക് യു. സോ ഇന്നത്തെ മണ്ഡല ഇത്രയേ ഉള്ളൂ.